സച്ചേട്ടൻ ഇങ്ങനെ രാവും പകലും ഒന്നും കാർ ഓടിക്കണ്ട. എനിക്ക് സച്ചേട്ടനെ എൻ്റെ അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹം. എനിക്ക് സച്ചേട്ടനെ ഇല്ലാണ്ട് പറ്റില്ല. എനിക്ക് സച്ചേട്ടനെ കണ്ടോണ്ടിരിക്കണം. ഓഹോ, അപ്പൊ നീ ഇത്ര റൊമാൻറ്റിക് ആണ് രേവതി. അപ്പൊ നിനക്ക് ഞാൻ അടുത്ത് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ? അയ്യടാ, സച്ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ആഗ്രഹമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കുറച്ചു നേരെങ്കിലും കാണണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അയ്യടാ മോനെ, അപ്പത്തേക്കും പൂതി പോയ പോക്കേ. കൂട്ടുകാരെ, ഇന്നത്തെ ശമനിർപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്തു വെച്ച സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഒരു റൂം കയറ്റാൻ വേണ്ടി ഉറുമ്പ് ധാന്യമണി ശേഖരിക്കുന്ന പോലെ കൂട്ടി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ശരത്തിന്റെ കേസിന് വേണ്ടി ചെലവായെങ്കിലും സച്ചി രേവതി ഹാപ്പിയാണ്. അവര് വിചാരിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സഫലാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ ചെമ്പന്നപ്പൂവിന്റെ കഥയിലേക്ക് പോവാം. ചന്ദ്രമതി ചന്ദ്രോദയത്തിൽ തിരിച്ചെത്തിയല്ലോ. വലതുകാലി വെച്ച് കയറാൻ പറയണ സച്ചിയോട് സച്ചി പറയുന്നുണ്ട് വലതുകാലി വെച്ച് കയറമ്മ എന്ന് പറയുമ്പോൾ പറഞ്ഞത് കേൾക്കാതെ ഇടതുകാലി വെച്ച് ചന്ദ്രമതി അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്തായാലും ചന്ദ്രമതി തിരിച്ചു വന്നല്ലോ. വഴക്ക് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി അച്ഛനോട് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ പറയാണ് സച്ചി. അപ്പൊ ശ്രുതി പറയണത് നിനക്ക് എന്താ, നീ എന്തിനാ അമ്മേനെ ഇങ്ങനെ ഉപദ്രവിക്കണം, അമ്മ ടയേർഡല്ലേ എന്നൊക്കെ പറയാണ്. നീ ഒന്ന് മിണ്ടായിരിക്കട്ടെ പറഞ്ഞിട്ട് അച്ഛൻ വന്ന് അമ്മയുടെ അടുത്തിരിക്കെ. എന്തിനാ പോയേ ചോദിക്കേ. അച്ഛൻ പറ പിണക്കൊന്നുമില്ല എന്ന് പറ. നീ മടങ്ങി വന്നല്ലോ, എനിക്ക് സന്തോഷമായി, പിണക്കൊന്നുമില്ല പറഞ്ഞു രവീന്ദ്രൻ. അങ്ങനെയല്ല അച്ഛൻ ഇങ്ങോട്ട് വാ, അമ്മയുടെ അടുത്ത് വന്നിരിക്കുവാന് സച്ചി നിർബന്ധിച്ച് രവീന്ദ്രനെ കൊണ്ടുവന്ന് ചന്ദ്രമതിയുടെ അടുത്തിരുത്താണ്. എന്നിട്ട് ആ ഒരു സമയം, അതായത് എല്ലാവരും ഒത്തുകൂടി ആ ഒരു സമയത്തിന് സന്തോഷപ്രദമാക്കാനുള്ള ശ്രമത്തിനാണ് സച്ചി. അങ്ങനെ രവീന്ദ്രൻ അടുത്ത് വന്ന് 24 മണിക്കൂർ എൻ്റെ വീട് പറഞ്ഞിരിക്കുന്ന ആളാണല്ലോ, എന്നിട്ട് എന്തിനാ ഇപ്പൊ ഇവിടുന്ന് പോയേ ചോദിക്കാണ് രവീന്ദ്രൻ ചന്ദ്രയോട്. അപ്പൊ ചന്ദ്ര പറയാണ് അതൊക്കെ ശരി തന്നെ, എപ്പോഴും ഞാൻ എൻ്റെ വീട് എന്ന് തന്നെ പറയണം, പക്ഷെ എനിക്കപ്പോൾ വിഷമായി, ഞാൻ പോയി. പിന്നെ ഇപ്പം എന്താവും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കാരണം അത് വേറെ ഒന്നല്ല, ഇവളുടെ വീട്ടുകാരൊക്കെ, ഇവളും സച്ചിയും അവളുടെ വീട്ടുകാരൊക്കെ കൂടി വന്ന് എന്നോട് തൊഴുത് മാപ്പ് പറഞ്ഞു, കേസ് പിൻവലിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നു. അതിന് അമ്മ അവര് മാപ്പ് പറയാൻ വരണേക്കാട്ടിലും മുന്നേ തന്നെ അമ്മ കേസ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ ചോദിക്കാണ്. അപ്പൊ അത് പിന്നെ രവിയേട്ടൻ വന്ന് പറഞ്ഞപ്പോ എനിക്കിങ്ങനെ പാവം തോന്നി, അപ്പൊ ഞാൻ കേസ് പിൻവലിച്ചു. ആന്റി ഇതിലേതാ ഉറപ്പിക്കേണ്ടത് ചോദിക്കാണ് വർഷം. അല്ല അങ്ങനെ തന്നെ ഉണ്ടായേ, ഇത് ഉറപ്പിച്ചാൽ മതി. എന്താ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലേ, ഞാൻ തിരിച്ചു പോണോ അങ്ങോട്ട് തന്നെ? ഒന്നും വേണ്ട ആന്റി ഇപ്പൊ പറഞ്ഞതിൽ ഏതിലും ഉറച്ചു നിൽക്കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയണം. അപ്പൊ ശ്രുതിയും കൊണ്ട് ഇങ്ങനെ വിചാരിക്കാണ്, എന്നാലും ആന്റി തിരിച്ചു വരാൻ യാതൊരുവിധ സാധ്യതയില്ല. അങ്കിള് വന്ന് വിളിച്ചിട്ട് ആന്റി തിരിച്ചു വന്നില്ല, ഞങ്ങൾ പോയി വിളിച്ചിട്ട് ആന്റി തിരിച്ചു വന്നില്ല, പിന്നെ ഇപ്പൊ പെട്ടെന്ന് ആന്റി തിരിച്ചു വരാൻ എന്തായിരിക്കും കാരണം നിങ്ങൾ ചിന്തിക്കാണ് ശ്രുതിയും കൂടിയിട്ട്. അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ആന്റി വന്നല്ലോ, സന്തോഷമായി എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം അമ്മ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ കാണാൻ അങ്ങോട്ട് വരേണ്ടി വന്നേനെ. അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പെട്രോൾ ചിലവ്, എൻ്റെ കയ്യിൽ പെട്രോൾ മേടിക്കാൻ കൂടി കാശില്ല അമ്മേ. അവിടെ ശ്രുതിയുടെ പിച്ചത്തരാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ ഒന്ന് മിണ്ടാതിരിക്കണം, അവൻ്റെ ഒരു പിച്ചത്തരം എന്ന് പറയാണ് രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രമതി പറയണം എനിക്ക് പിന്നെ രേവതിയോട് ദേഷ്യമൊന്നുമില്ല, രേവതി ഇവിടെ നിന്നോട്ടെ, അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോളൂ. രേവതി ഇവിടെ നിൽക്കണോണ്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല, പക്ഷേ രേവതിയുടെ വീട്ടിൽ നിന്ന് ഒരാളും ഇനി വീട്ടിൽ കയറരുത്. അതെങ്ങനെ ശരിയാവും? എനിക്ക് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ എന്ത് തെറ്റ് ചെയ്തു? പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടായി അവരൊക്കെ വരില്ലേ, അതെന്ത് ശരിയാവും? നോക്കൂ സച്ചിട്ടാ പറയണെന്ന് പറയണ രേവതി. അപ്പോൾ സച്ചി പറയും പിന്നെ രേവതിയുടെ വീട്ടുകാർ ഇവിടെ വരില്ലേ? അവളെ കാണാൻ വരാൻ തോന്നുമ്പോൾ പിന്നെ അവരിവിടെ അല്ലാണ്ട് എവിടെ പോവും? അവർക്ക് അവളെ കാണണം എന്നുണ്ടെങ്കിൽ അവർ വിളിക്കുമ്പോൾ ഇവിടെ അങ്ങോട്ട് പൊക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊന്നും നടക്കില്ല അമ്മേ, അവളെ കാണണമെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർ ഇവിടെ തന്നെ വരും ചെയ്യും, അവളെ കാണും ചെയ്യും. ഓക്കെ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കാണരുത്, പുറത്ത് വെച്ച് കാണണം എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം അതൊന്നും നടക്കില്ല, അവർ വീടിൻ്റെ ഉള്ളിലേക്ക് വരും ചെയ്യും, രേവതിനെ കാണും ചെയ്യും എന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം എൻ്റെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് വഴിയിൽ വെച്ചിട്ട് എൻ്റെ സ്വർണ്ണമൊക്കെ പൊട്ടിച്ചു കൊണ്ടിട്ട് എന്നെ ഉപദ്രവിക്കാൻ. അതൊന്നും നടക്കില്ല എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഇപ്പോൾ ഇവിടെ വന്നത് നല്ല ദിവസമായിട്ടല്ലേ, നല്ല സന്തോഷത്തോടെ, അല്ലെങ്കിൽ നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതാക്കണോ എന്ന് ചോദിക്കണം. അപ്പം അങ്ങനെ ആ ഒരു ടോപ്പിക്ക് അവിടെ ക്ലോസ് ആവണം. അപ്പോൾ ചന്ദ്രൻ പറയണം നിങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറയാൻ കേട്ടൂല. ഞാൻ പോവാ, നീ എന്തിനാ അതൊക്കെ അറിയണേ, നീ ഇവിടുന്ന് എന്നോട് ഇടഞ്ഞു പോയതല്ലേ, അപ്പം നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ഡിവോഴ്സ് ചെയ്യാൻ പോവാന്നൊക്കെ. ഡിവോഴ്സ് ചെയ്യാനോ? അപ്പോൾ സച്ചിനെ നോക്കുമ്പോൾ അച്ഛൻ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ അച്ഛൻ? അത് പിന്നെ ഭാര്യ പിണങ്ങിയിട്ട് വിളിച്ച വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അപ്പം നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യില്ല, ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാൻ പോവാന്നല്ലേ പറഞ്ഞുള്ളൂ. ആന്റി അങ്കിള് ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞോ? ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറയണേട്ടല്ലോ. അപ്പൊ വർഷ പറയണം അതൊക്കെ ഉള്ളത് തന്നെ ആന്റി, കാരണം ഓരോ സ്ഥലത്തുണ്ടായി, എൻ്റെ പരിചയത്തിൽ തന്നെ 80 വയസ്സുള്ള ഒരു അങ്കിൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ സാധാരണയല്ലേ എന്ന് പറയാണ് വർഷ.
ഞാൻ ഡിവോഴ്സ് ചെയ്തില്ലല്ലോ ചന്ദ്ര എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ആ ശരി ശരി ശരി, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കേ, അമ്മയ്ക്ക് ഇനി ഇവിടുന്ന് ഓടിപ്പോവാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, അവൻ്റെ മണ്ടൻ ചോദ്യങ്ങൾ, വാ ശ്രുതി പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ സച്ചി ചന്ദ്രമതിയുടെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് സച്ചി അകത്തേക്ക് പോയി. അപ്പോൾ രേവതിയോട് രവീന്ദ്രൻ പറയണം, മോളെ എനിക്കൊരു ഗ്ലാസ് ചായ വേണം പറയണം. അപ്പോൾ രേവതി ചോദിക്കും ചന്ദ്രമതിയുടെ അമ്മയ്ക്ക് ചായ വേണോ? ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോഴാണ് നീ ചായ വേണമെന്ന് ചോദിക്കണം, എനിക്കൊരു ചായ വേണം പറയാം. ഇപ്പം തരാം അമ്മയെ പറഞ്ഞ് ചിരിച്ചിട്ട് അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രുതിയും കൂടി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ശ്രുതി ആലോചിക്കുക, എന്നാലും എന്താവോ സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെ വന്നിട്ടുണ്ടാവുക? വന്നതോ, ഞാൻ വന്നതിപ്പോൾ മെയിൻ ഡോർ കൂടെ അല്ലേ ശ്രുതി? ഓ ശ്രുതിയുടെ കാര്യമല്ല, ഞാൻ ആൻറ്റിയുടെ കാര്യം വെച്ചു. ആൻറ്റി ആ ഉമ്മർത്ത വാതിൽ കൂടെ വന്നത്, അമ്മയല്ലേ, അമ്മ ഉമ്മർത്ത വാതിൽ കൂടെ വന്നു. ഓ എൻ്റെ ശ്രുതി അതല്ല, ആൻറ്റി ഇപ്പോൾ തിരിച്ചു വരാൻ കാരണം എന്തായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻറ്റി അങ്കിൾ ചെന്ന് വിളിച്ചപ്പോൾ വന്നില്ല, നമ്മൾ ചെന്ന് വിളിച്ചപ്പോൾ വന്നില്ല, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിണ്ടാവില്ല, അത് ഉറപ്പല്ലേ. എന്തിനാ ശ്രുതി, നിനക്കിപ്പോൾ ഇതിൽ വല്ല ലാഭമുണ്ടോ ഇതിങ്ങനെ ചിന്തിക്കണേലും? അപ്പം പെട്ടെന്ന് ശ്രുതി ഞെട്ടണേ, എന്താ ശ്രുതി? അല്ല അവരെങ്ങനെങ്കിലും വരാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, നീ എന്തിനാ ഇപ്പം അതിനെപ്പറ്റി ഓർത്ത് ചിന്തിക്കണേ? അല്ലാണ്ട് തന്നെ നമുക്ക് 100 കാര്യങ്ങളില്ലേ. അതെ, നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട, നമ്മളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവർക്ക് നമ്മളെ സംശയം. അത് ശരിയാ, നീ വന്നേ, എനിക്കാണെങ്കിലേ വിശന്നിട്ട് വയ്യവാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇങ്ങനെ നമ്മൾ മാറി നിന്ന് സംസാരിക്കണണ്ട, അവർക്ക് നമ്മളോട് സംശയമാവും. എന്നിട്ട് ശ്രുതിനെയും കൂട്ടിയിട്ട് പോകാൻ. ശ്രുതി നടന്നോ, ഞാൻ വരാൻ പറഞ്ഞപ്പോൾ ശ്രുതി പോയപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കണം, എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ ആൻറ്റി തിരിച്ചു വരാൻ കാരണം? ആൻറ്റി എന്തായാലും ചോദിച്ചാൽ സത്യം പറയില്ല. സത്യം പറയുന്ന ഒരാളുണ്ട്, ബാമാൻറ്റിയോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച ബാമാൻറ്റി സത്യം പറയും. അങ്ങനെ ചിന്തിക്കുകയാണ് ശ്രുതി. എൻ്റെ ഇടയിൽ ഹാളിൽ രവീന്ദ്രനും ചന്ദ്രമതിയുടെ ഒരു പ്രണയരംഗമൊക്കെ ഉണ്ട്. രവീന്ദ്രൻ ചോദിക്കണം, എന്താ വന്നേ? ഒന്നുമില്ല, വഴക്കുണ്ടാക്കി പോയതല്ലേ? ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കി, നീയല്ലേ വഴക്കുണ്ടാക്കി? അതെ ഞാൻ തന്നെ വഴക്കുണ്ടാക്കി. നിങ്ങളെന്നെ ഡിവോഴ്സ് ചെയ്യും പറഞ്ഞതോ? ഞാൻ ഡിവോഴ്സ് ചെയ്തില്ലല്ലോ. എന്നെ ഡിവോഴ്സ് ചെയ്യോ? ഇല്ല. അപ്പം എന്നോട് സ്നേഹമുണ്ട്, പിന്നെ നിന്നോട് സ്നേഹമില്ലാതിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമല്ലേ ചന്ദ്രേ? അങ്ങനെ ഒരു ലവ് സീനൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ബാമോട് ചന്ദ്രമതി വരാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ആൻ്റണിയുടെ ഓഫീസ്. ആൻ്റണി ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള ഗുണ്ടകൾ വന്നിട്ട് പറയാണ്, ചേട്ടാ എന്താ ചേട്ടാ പറയുമ്പോൾ കുപ്പി മേടിക്കാൻ പറഞ്ഞിട്ട് പൈസ എടുത്ത് കൊടുക്കണം. എന്നാ ഒരു കുപ്പി മേടിക്കണം, നമുക്കൊന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണ്. ശരത്തിനെ കോടതിയിൽ പോണേട്ടിൽ മുന്നേ അവനൊന്ന് പോയി കാണണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അവനോട് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. എന്തായാലും ഇന്ന് അവനെ കോടതിയിൽ പോയിട്ടെങ്കിലും കണ്ടിട്ട് അവനോട് 2 വാക്ക് സംസാരിക്കണം. നീ ഇന്നാ കുപ്പി മേടിച്ചിട്ട് പറയും. അതിനപ്പം ചേട്ടനൊന്നും അറിഞ്ഞില്ല. എന്താ ശരത്തിന് കോടതിയൊന്നുമില്ല, ശരത്തിൻ്റെ വീട്ടിലെത്തി കാണും. അതെന്താ ചോദിക്കുമ്പോൾ പറയും, ചന്ദ്രമതി കേസൊക്കെ പിൻവലിച്ചു, ശരത്തിനെതിരെയുള്ള പരാതിയൊക്കെ പിൻവലിച്ചു. ശരത്ത് ഇപ്പോൾ വീട്ടിലെത്തി പറയണ, ഞാൻ എന്തൊക്കെ വിചാരിച്ചതാ, ഞാൻ അവനെ ജയിലിൽ പോയി കാണണം, അവൻ്റെ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നൊക്കെ വിചാരിച്ചതാ. ആ സച്ചിയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, സച്ചിയാവും അവനെ രക്ഷിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ സച്ചിനെ വെറുതെ വിടരുത് ആന്റണിയേട്ടാ, വെറുതെ വിടില്ല, നമുക്ക് തക്കം പാർത്തിരിക്കാം, ഒരു അവസരം കിട്ടട്ടെ, അവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ വിചാരിക്കാൻ ആന്റണി. അപ്പോൾ ആന്റണി വീണ്ടും പരാജയപ്പെട്ടു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും കൂടി ടെറസിൻ്റെ മുകളിലാണ്. സച്ചി ഇങ്ങനെ നടന്നു വരുമ്പോൾ രേവതി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് റൂം കെട്ടാൻ വേണ്ടി കൊടുന്നു വെച്ച ഇഷ്ടിക ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, എന്താ രേവതി ചോദിക്കുമ്പോൾ, അല്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഇഷ്ടികയ്ക്കൊക്കെ നല്ല ബലമുണ്ട് കേട്ടോ, ഇതൊന്നും പൊടിഞ്ഞിട്ടില്ല പറയുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങൾ പോലെ തന്നെയാണ്, അതിങ്ങനെ തേച്ച് മിനുക്കി കൊണ്ടിരിക്കുക, അതൊരിക്കലും പൊടിഞ്ഞു പോയില്ല രേവതി എന്നൊക്കെ പറയാൻ. അപ്പോൾ രേവതി പറയണ, സച്ചേട്ടാ എനിക്ക് കുറേ ദിവസത്തിന് ശേഷം ഭയങ്കര സന്തോഷം. ശരത്തിനെ പറ്റി ഓർത്തിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയായിരുന്നില്ല, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സച്ചി പറയണേ, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, സന്തോഷം വന്നാൽ ഉറങ്ങാനും പറ്റില്ല, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. എന്നാൽ സച്ചേട്ടൻ ഇവിടെ കണ്ണും തുറന്ന് ആകാശം നോക്കിയിരുന്നോ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകാൻ. ഉറങ്ങല്ലേ. അതെ, നിനക്കിപ്പോൾ ഈ കണ്ണ് തുറന്ന് മുകളിലത്തെ ആകാശവും അവിടുത്തെ നക്ഷത്രങ്ങളും കാണുമ്പോൾ നിനക്ക് എന്താ തോന്നണേ? എനിക്കെന്താ തോന്നണമെന്നറിയോ? ഈ നക്ഷത്രങ്ങളിൽ കുറച്ചെണ്ണം പെട്ടെന്നൊരു സ്വർണ്ണക്കട്ടിയായിട്ട് തങ്കക്കട്ടിയായിട്ട് നമ്മുടെ മേത്തേക്ക് വീണ ആ തങ്കക്കട്ടിയൊക്കെ വിറ്റിട്ട് നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാം. എൻ്റെ രേവതി, കുറച്ച് റൊമാൻസ് ആയിട്ട് വരുമ്പോൾ നിൻ്റെ ഒരു കടം 2 കാറിനും കടലിൽ സച്ചേട്ടഞ്ഞ് നമുക്കത് വീട്ടണ്ടേ? ഞാനതൊക്കെ വീട്ടിക്കൊണ്ട്. അല്ല, നമ്മളിങ്ങനെ നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നക്ഷത്രങ്ങൾ ഇല്ലാണ്ടേ ഒന്നാലും ആകാശം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം, നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളില്ലാണ്ടായാലും നമ്മുടെ സ്നേഹം അതേപടി നിലനിൽക്കും രേവതി.
നിലനിൽക്കും. അല്ല ഞാനേ പറയുമ്പോൾ നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. നീ അപ്പോഴേക്കും കടം വീട്ടേണ്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കടം വീട്ടണ്ടേ? ആ കടമൊക്കെ വീട്ടാൻ ഞാൻ രാവും പകലും ഇല്ലാണ്ട് ഓടിയ വീട്ടാവുന്ന കടയുള്ളൂ. എൻ്റെ കാറിൻ്റെ ഡ്യൂക്ക് അതൊക്കെ ഞാൻ അടച്ചുകൊണ്ട് രേവതി. രാവും പകലും ഓടാനോ? അപ്പോൾ എനിക്ക് സച്ചേട്ടനെ കാണണ്ട. എനിക്ക് സച്ചേട്ടനെ കാണണം. സച്ചേട്ടൻ അങ്ങനെയൊന്നും എൻ്റെ അടുത്തൊന്നും പോകണ്ട. എനിക്ക് സച്ചേട്ടൻ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം നിനക്ക് ഞാനില്ലാണ്ട് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം നിങ്ങളെ കാണണില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചു. നീ അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വേറെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരൊരു റൊമാൻറ്റിക് മൂഡിലാണ്, അവരൊരു പ്രണയലോകത്താണ്. അപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട് രേവതി എന്നൊക്കെ പറയുമ്പോൾ ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഒരു പാട്ട് പറഞ്ഞാൽ പാട് പറയുമ്പോൾ ടിങ്കിൾ ടിങ്കിൾ ലിസ്റ്റ് സ്റ്റാർ പാടുകയാണ്. ഒരു വരി പാടിക്കഴിയുമ്പോൾ സച്ചിക്ക് പാടാൻ കിട്ടില്ല. അപ്പോൾ രേവതി കിട്ടണില്ല അല്ലേ? എന്നാൽ വേറെ പാട്ട് പാടുക പറയുമ്പോൾ ശാന്തമീ രാത്രിയിൽ പാട്ട് പാടുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പാടിക്കഴിയുമ്പോൾ കൈയടിക്കണമെങ്കിൽ നീ പാട് പറയുമ്പോൾ ഞാൻ പാടിയ നല്ല രസമുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ചിരിച്ച് കളിച്ച് ഒരു പ്രണയത്തിലിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് വേണം, കമൻറ്റ് വേണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നാളത്തെ കഥയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്